ഉള്ളാത്തങ്ങളുടെ പേരക്കുട്ടി പൂക്കോയത്തങ്ങൾ കഴിഞ്ഞ ദിവസം കുരുവട്ടൂർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി. അത് കേട്ടപ്പോൾ പല സംശയങ്ങളാണ് മനസ്സിൽ ഓടി വന്നത്. കേരളയാത്രയുടെ സമാപനത്തിൽ താജുൽ ഉലമക്ക് മൈക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു ആരോപണം. 2012 ഏപ്രിൽ മാസത്തിലാണ് കേരളയാത്ര നടക്കുന്നത്, അഥവാ 4 വർഷം കഴിഞ്ഞു. കേരളയാത്ര കഴിഞ്ഞ് 2 വർഷത്തോളം താജുൽ ഉലമ ഹയാത്തിലുണ്ട്. അപ്പോഴൊന്നും ഈ പൂക്കോയത്തങ്ങൾ കേരളയാത്രയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ആരോടും ഉരിയാടിയില്ല. താജുൽ ഉലമയോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ഹയാത്ത് കാലത്ത് തന്നെ ഇക്കാര്യം പറയേണ്ടതായിരുന്നില്ലേ? അതിരിക്കട്ടെ, താജുൽ ഉലമ വഫാത്തായിട്ട് 2 വർഷം കഴിഞ്ഞു. എന്തേ പൂക്കോയത്തങ്ങൾക്ക് ഇക്കാര്യം പറയാൻ 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു? താജുൽ ഉലമ വസിയത്ത് ചെയ്തതാണോ ഞാൻ വഫാത്തായി 2 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന്? പൂക്കോയത്തങ്ങൾ താജുൽ ഉലമയുടെ മകളുടെ മകൻ എന്ന എല്ലാ ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, സമസ്തയിലോ കീഴിലുള്ള പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിലോ താജുൽ ഉലമക്ക് മൈക്ക് കൊടുക്കാതിരിക്കുകയോ മൈക്ക് പിടിച്ചു വാങ്ങുകയോ ചെയ്യേണ്ട ഒരു ഗതികേട് വഫാത്ത് വരെ ഉണ്ടായിട്ടില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താജുൽ ഉലമയുടെ പ്രായാധിക്യം, അസുഖം കാരണം സ്റ്റേജുകളിൽ വന്നാൽ തന്നെയും ബർക്കത്തിന് വേണ്ടി 2 വാക്ക് ദുആ മാത്രം ചെയ്ത് തങ്ങൾ തന്നെ മൈക്ക് മാറ്റുന്ന ഒരു രംഗമാണ് അവസാന സമയത്തൊക്കെയും കണ്ടിട്ടുള്ളത്. ട്രെയിനിൽ ദീർഘദൂരം യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിയാൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതിരിക്കട്ടെ, ഇനി അഥവാ തങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് വെക്കുക. അങ്ങനെ ഒരു കംപ്ലൈന്റ് പറയുന്ന ആളാണോ മഹാനായ താജുൽ ഉലമ? താജുൽ ഉലമയെ അടുത്തറിയുന്ന ഏതൊരാൾക്കും അറിയാം തങ്ങൾ അങ്ങേയറ്റം വിനയത്തിന്റെ നിറകുടമായിരുന്നു എന്ന്. തങ്ങളെ അടുത്തറിയാനും മദീനയിൽ വെച്ച് ബദർ ശുഹദാക്കളുടെ അടുത്തേക്ക് തങ്ങളോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായത് അങ്ങേയറ്റത്തെ വിനയാന്യതനായിരുന്നു തങ്ങളെന്നാണ്. അങ്ങനത്തെ താജുൽ ഉലമ മൈക്ക് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു എന്ന് പറയുമ്പോൾ സുന്നി സമൂഹം അത്ഭുതം കുറുകയാണ്. താജുൽ ഉലമ പൊറുക്കുമോ ഇത്? അതും കേരളയാത്ര കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ട്, തങ്ങൾ വഫാത്തായി 2 വർഷം കഴിഞ്ഞിട്ട്. താജുൽ ഉലമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഇത്? മാത്രമല്ല, വഫാത്തിന് ശേഷം തങ്ങളെക്കുറിച്ച് ഒരു അപരാധം പറയുന്നത് തങ്ങൾ പൊറുക്കുമോ? താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ താജുൽ ഉലമ നേതൃത്വം നൽകിയ സംഘടനയെയും നേതാക്കളെയും പരസ്യമായി വിമർശിക്കാൻ? ഒരു കാര്യം വ്യക്തമായി, താജുൽ ഉലമ തനിക്ക് അന്തിയുറങ്ങാൻ എട്ടിക്കുളം തിരഞ്ഞെടുത്തത് താജുൽ ഉലമയുടെ ഏറ്റവും വലിയ കറാമത്തായി ഞാൻ കാണുകയാണ്. കരുവന്തിരുത്തിയിൽ അന്തിയുറങ്ങിയാൽ ഈ പൂക്കോയത്തങ്ങൾ ഇങ്ങനെയൊക്കെ നീങ്ങും എന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാവണം താജുൽ ഉലമ എട്ടിക്കുളത്തേക്ക് പോയിട്ടുള്ളത്. പിന്നെ മറ്റുള്ള ആരോപണങ്ങളൊക്കെയും നൌഷാദിന്റെ പ്രസംഗത്തിന്റെ കോപ്പി തന്നെയാണ്. എന്തായാലും താജുൽ ഉലമ വഫാത്തായി 2 വർഷം കഴിഞ്ഞ ശേഷം നടത്തുന്ന ഇത്തരം പ്രസംഗങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും എന്തൊക്കെയാണെന്നും സുന്നി സമൂഹത്തിന് അറിയാം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.